ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് താൻ ആയിരിക്കും നേമത്ത് മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു അനവസരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് പാർട്ടിയിലുള്ളവർ പലരും കണ്ടത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിൽക്കുന്നത്, പിന്നീട് 3-4 മാസം ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്താണ് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേമം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താൻ പോകുന്ന ഇടമാണ്. കാരണം അത് തിരിച്ചു പിടിക്കണമെന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണ് അവിടെ മത്സരിക്കുന്നത് എന്നുറപ്പായിരിക്കുകയാണ്. ആ അവസരത്തിൽ ചോദിക്കുകയാണ്, നേമത്തെ ഒരു വോട്ടർ കൂടിയാണ് ശാന്തിവിള പത്മകുമാർ, എന്തായിരിക്കും നേമത്ത് സംഭവിക്കാൻ പോവുക? അല്ല, നേമത്ത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുള്ളപ്പോഴെല്ലാം പല വ്യത്യസ്തമായ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് കെ മുരളീധരൻ സാറിനെ നിർത്തിയ സമയത്ത് പ്രതീക്ഷിച്ചതിൽ തെറ്റിപ്പോയി. അതായത് അന്ന് BJP ജയിക്കേണ്ടുന്ന സ്ഥാനത്ത് ശിവൻകുട്ടി സാറാണ് ജയിച്ചത്. ജയിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് നല്ല കഴിവുള്ള ഒരു കെ മുരളീധരൻ സാർ അവിടെ വന്നപ്പോഴത്തേക്ക് ആ രീതിയിൽ വന്നു. ഇടയ്ക്കൊരു വലിയ പ്രശ്നം ഉണ്ടായത് മാളയിൽ കെ കരുണാകരൻ സാറിന് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് രണ്ടിടത്ത് നിന്നത്. തോക്കുകയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയിട്ട് മാളവും നേമത്തും നിന്നു. പക്ഷേ അവസാനം രണ്ടിലും ജയിച്ചു. നേമം വിട്ടിട്ട് മാളയിലേക്ക് പോയി. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല രീതിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ രാജഗോപാൽ സാർ തന്നെ നോക്കൂ, 7-8 പ്രാവശ്യം നേമത്ത് തന്നെയാണ് തോറ്റിട്ടുള്ളത്. അവസാനം ജനങ്ങൾക്ക് തന്നെ തോന്നി ഇത്രയും അദ്ദേഹം ഇവിടെ കിടന്ന് ശ്രമിക്കുകയില്ല. 7-8 എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉണ്ടായ പരാജയം. ഞാൻ മണ്ഡലത്തിലും പല പ്രാവശ്യം നിന്നു, പക്ഷെ അപ്പോഴും ജയിച്ചിട്ടില്ല. പക്ഷെ അവസാനം അദ്ദേഹം ജയിച്ചു. പക്ഷെ നല്ലൊരാളാണ്, റെയിൽവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെപ്പോലെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും വരുന്നതും ആ ലക്ഷ്യത്തോടെ ആയിരിക്കാം. നിയമമണ്ഡലം ജയിക്കണമെന്നുള്ളതാണ്. ജയിക്കണം, തീർച്ചയായിട്ടും ജയിക്കണമെന്നുള്ളതാണ്. പക്ഷെ ആ ജയം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പേ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇടേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അതിൻ്റെ കൂടെ കണക്കുകൾ നോക്കിക്കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ മണ്ഡലം ഇവിടെ നിൽക്കുന്ന കൗൺസിലർമാർക്ക് കൂടെ ഒരു പ്രാധാന്യം കൂടെ വരാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു രാജ്യത്ത് നിൽക്കുന്ന മണ്ഡലമല്ലേ, ഇവിടുത്തെ പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡൻ്റല്ലേ നിൽക്കുന്നത്, അതിൻ്റെ കൂടി 5 വോട്ടെങ്കിലും കയറട്ടെ എന്നുള്ളതായിരിക്കാം. അതൊക്കെ അവരുടെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും നേമത്ത് വളരെ ടൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നേമം മണ്ഡലം പല രീതിയിലും മാറിയും മറിഞ്ഞും പോകുന്നൊരു മണ്ഡലമാണ് നേമം മണ്ഡലം. ഈ ഇടയ്ക്ക് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിള്ളയെ പിടിച്ച് നിർത്തി, അതൊരു തെറ്റായ കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു, ജനതാദളിൻ്റെ അവിടെ കയറി നിന്നു, ഒന്നുമില്ലാതായിപ്പോയി. പക്ഷെ ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഇപ്പം തന്നെ ശിവൻകുട്ടി സാർ നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. കേരളമല്ലേ, കേരളം എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നേമം മണ്ഡലത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, മെല്ലൻ സ്റ്റുഡിയോ തന്നെ, നമ്മൾ പ്രേംനസീർ, സത്യൻ, മധു ഉൾപ്പെടെയുള്ളവർ തന്നെ ഇരുന്നിട്ടുള്ള മെല്ലൻ സ്റ്റുഡിയോ സുബ്രഹ്മണ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയേറ്ററുകളാണ് ഈ ന്യൂ തിയേറ്റർ, ശ്രീകുമാർ, ശ്രീ വിശാഖ്, ശ്രീ പത്മനാഭ, പേട്ട, കാർത്തിക ഉൾപ്പെടെയുള്ള ഇത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാങ്കേതിക വശം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് വരെയും വെള്ളായണിമുക്ക് ഭാഗത്ത് ഇത് മെല്ലാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു ഒരു കാണിക്കത്തക്ക രീതിയിലുള്ളൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, അറവുശാലകൾ. ഇപ്പോൾ വെള്ളായണി കാലിയൂട്ട് ഉത്സവം വരാൻ പോവുകയാണ്. ഈ കാലിയൂട്ട് ഉത്സവം നടക്കുമ്പോൾ ദേവി പല ഭാഗത്തും, പാപ്പനംകോടും സ്റ്റുഡിയോ റോഡ് ഭാഗത്തും പല ഭാഗങ്ങളിലും പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴും അറവുശാലകളില്ല. അറവുശാലകൾ വേണ്ടെന്നുള്ളത് ഏറ്റവും താല്പര്യമുള്ളത് ഇറച്ചി അവിടെ വിറ്റ് ജോലി ചെയ്യുന്നവർക്കാണ്. കാരണം അവർ മഴയത്തും വെയിലത്തുമാണ് ഇറച്ചി വിട്ട്. അവർക്കൊരു അറവുശാല ആ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു കൊടുത്താൽ നല്ലതല്ലേ. ഞാനിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ മുൻകൂട്ടി അങ്ങ് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നതെന്ന് ഉറപ്പായ സ്ഥിതിക്ക് CPMന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കാം? കാരണം ശിവൻകുട്ടിക്ക് അവിടെ വലിയ വേരുകളുണ്ട്. ശിവൻകുട്ടി ഇനി മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യത ഇല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാന്തിവിള ആരുടെ പേരായി? ഞാനതിനകത്ത് പച്ചയ്ക്ക് തന്നെ പറയാം. ഇപ്പോഴത്തെ മന്ത്രിയായ ശിവൻകുട്ടി സാറിൻ്റെ ഭാര്യ പാർവതി എന്ന് പറഞ്ഞാൽ പാർവതി എന്നുള്ള രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വലിയ മാനവീയ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുള്ള ധീരനായൊരു പോരാളിയാണ്. അതായത് ധീരനായ പോരാളി മാത്രമല്ല, ഉയർത്തിപ്പിടിച്ച സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് P. ഗോവിന്ദപിള്ള സാർ. P. ഗോവിന്ദപിള്ളയുടെ മകളാണ്. സൈദ്ധാന്തികനാണ്.
സൈദ്ധാന്തികനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീടുകളിൽ പോയിരിക്കുന്നവരുടെ എണ്ണം തന്നെ കൂടുതലായിരുന്നു. പലരും അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ അതാണ്. മോളെക്കാട് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പുസ്തകങ്ങളെ ആയിരുന്നു. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ ഗോവിന്ദപിള്ള സാറിൻ്റെ മകളായ പാർവതിക്ക് എന്തുകൊണ്ട് നിർത്തുകൂടാ? PSC മെമ്പർ കൂടിയാണ്, PSC മെമ്പറാണ്. അതുപോലെ കവിതകളും ഒക്കെ എഴുതുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ചിന്തകനുമാണ്. അപ്പോൾ ശിവൻകുട്ടിയുടെ കെയർ ഓഫിൽ ഒരു വിജയം അവിടെ ഉറപ്പാക്കാം എന്നുള്ളതാണ് പറയുന്നതല്ലേ? അല്ല, അങ്ങനെയല്ല, മത്സരങ്ങളല്ലേ, മത്സരങ്ങൾ വരട്ടെ. അല്ല, ശിവൻകുട്ടിക്ക് അവിടെ ഒരു പ്രത്യേക ഒരു പ്രാധാന്യമില്ല. കാരണം ഇപ്പം വളരെ മന്ത്രിയായതിനു ശേഷം വളരെ നല്ല പ്രാധാന്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത കാര്യങ്ങളിലൊക്കെ എതിർ പാർട്ടികൾ പോലും അദ്ദേഹത്തിനെ പൂഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടുത്തെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പരിചയവും. അത് പറയുമ്പോൾ ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞുതരാം. എതിർ പാർട്ടിക്കാരെ കണ്ടു കഴിഞ്ഞാലും തോളിൽ കൈയിട്ടുകൊണ്ട് സംസാരിക്കും. അതൊരു പ്രത്യേക ശൈലിയാണ്. തോളിൽ അവർ എതിർ പാർട്ടിക്കാരായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തോളിൽ കൈയിട്ടുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശിവൻകുട്ടി സാറിന് അവിടെ നല്ല നിയമമണ്ഡലത്തിന് നല്ലൊരു പ്രസക്തി ആയിട്ടുണ്ട്. പക്ഷേ പാർവതി മാഡത്തിനെ നിലനിർത്തേണ്ടുന്നത് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം വരട്ടെ, കേരളത്തിനകത്ത് നിയമമണ്ഡലം ശ്രദ്ധിക്കപ്പെടട്ടെ, അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ല, ജയവും തോൽവിയൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അല്ല, പാർവതി മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ശിവൻകുട്ടി തന്നെ മത്സരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് കിട്ടുന്നത്. തീർത്തും. കാരണം ഞാൻ പാർവതി മാഡത്തെ അല്ലെങ്കിൽ ശിവൻകുട്ടി സാറിനെ നോക്കിയല്ല ഞാൻ പറയുന്നത്. ഈ സൈദ്ധാന്തികനായ ഗോവിന്ദപിള്ള സാറിന്റെ മകൾക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തുകൂടാ? കൊടുക്കട്ടെ, മത്സരിക്കട്ടെ, മത്സരങ്ങൾ വരട്ടെ. ഓരോരുത്തരും. അല്ല, ഇനിയിപ്പോ അതിനകത്ത് വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ തവണ അവിടെ നടന്നത് വലിയ ത്രികോണ മത്സരമാണ്. മുരളീധരനെ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അതെ അതെ. ഇനിയിപ്പോ മുരളീധരൻ നിയമത്ത് മത്സരിക്കാനൊന്നും വരികയൊന്നും ഇല്ല. അതെന്തായാലും മുരളീധരൻ വേറെ ലക്ഷ്യ സ്ഥാനം നോക്കി പോകുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് UDFിൽ നിന്ന് ആരായിരിക്കാം? അല്ല, അത് കോൺഗ്രസ് മുമ്പേ കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. രമേശൻ നായർ, കെ കരുണാകരൻ സാർ, അങ്ങനെ ഒരുപാട് പേര് ജയിച്ചിട്ടുള്ള ശക്തൻ നാടാർ വളരെ നല്ല പേരുള്ള ആളല്ലേ. അദ്ദേഹം മന്ത്രിയായ സ്പീക്കറും ഒക്കെ ആയ ആളല്ലേ. പക്ഷേ പിന്നീട് എന്ത് ചെയ്താൽ ഇവരെ ഘടകകക്ഷികൾക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് അവർക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ ശകലം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളിനെ പിടിച്ചങ്ങ് നിർത്തും. പിന്നെ അത് പ്രാധാന്യം കൊടുക്കാൻ പോകില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് സുരേന്ദ്രൻ പിള്ളയെ അവിടെ നിർത്തി. എന്തിനാണ്? 2 മാസത്തിന് മുമ്പ് വേറൊരു പാർട്ടി പ്രവർത്തിച്ച ഒരാളിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു. ഇത് പോയി. കോൺഗ്രസ് ആഭിമുഖ്യത്തിലാണ് നിർത്തിയത്, അത് പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് മത്സരങ്ങൾ വരട്ടെ, മത്സരം നല്ലതാണ്. മത്സരിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റാണ്, കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഗോവിന്ദപിള്ള സാറിൻ്റെ മകൾ തന്നെ നിൽക്കട്ടെ, കോൺഗ്രസും കണ്ടുപിടിക്കട്ടെ, നല്ല രീതിയിൽ വിലപിടിപ്പുള്ള ആൾക്കാർ വരട്ടെ. വന്നിട്ട് നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കരമന കളിക്കാനുള്ള എല്ലാ കന്യാകുമാരി വരെ പോകണമെങ്കിലും നിയമം ടച്ച് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴി പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ നേമത്ത് എന്തെല്ലാം റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എന്തെല്ലാം പദ്ധതികളും ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ നടപ്പിലാക്കേണ്ടുന്ന മണ്ഡലങ്ങളല്ലേ നമ്മളെ നേമത്ത്. അപ്പം ആരാണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്തരം ആകുമ്പോൾ നല്ല മത്സരങ്ങൾ വരണം, മത്സരത്തിൽ കൂടെ വോട്ടിൽ കൂടി ജയിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ഇലക്ഷന് ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലും അത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ആവേശം വരിക എന്നുള്ളത്. BJPക്ക് അവിടെ വലിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ വാർഡുകളിലൊക്കെ മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടായിരുന്നു. ഉണ്ട്, നല്ലപോലെ ഏതാണ്ട് 35 സീറ്റുകളിൽ തന്നെ വളരെയധികം ഭാഗങ്ങളിൽ പല ഭാഗത്തും. മാത്രമല്ല കല്ലൂർ, തൊട്ടടുത്തുള്ള കല്ലൂർ പഞ്ചായത്തിലും BJPക്ക് നല്ലപോലെ മുന്നേറ്റം. RSS ശാഖകളുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നല്ല മത്സരമായിരിക്കും 26-ൽ അവിടെ നടക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ നിൽക്കുക, മന്ത്രിയുടെ ഭാര്യ എന്നുള്ളതല്ല. ഞാനിപ്പോഴും പറയുന്നത് സൈദ്ധാന്തികനായ മാനവീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഗോവിന്ദപിള്ള സാറിൻ്റെ മകളെന്നുള്ള രീതിയിൽ നിൽക്കട്ടെ. അപ്പോഴല്ലേ അതിൻ്റെ ഓരോ പഴയ ആൾക്കാർ ആരെല്ലാം നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? എത്രയോ പേര് മക്കൾ വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക്. അതുപോലെ വരട്ടെ. അത് മക്കളെന്നുള്ള രീതിയിലല്ല, അതിനേക്കാളും കവിതകളും നോവലുകളും ഒക്കെ എഴുതി വളരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള PSC മെമ്പറും കൂടെ ആയിരുന്നു.
ആയിരുന്നിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഗോവിന്ദപിള്ളയുടെ മകൾ എന്നുള്ള രീതിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നമ്മളാരെയും ജയവും തോൽവിയും നമ്മൾ പറയുന്നില്ല. ഇലക്ഷൻ സമയത്ത് അതിനനുസരിച്ച് ജയിക്കുക, അല്ലാതെ ഒരാളുടെ കുറവിനോ കൂട്ടിനോ ഒന്നും പറയാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.